ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താനിന്ന് ഓഫീസിലേക്ക് പോകുന്നില്ലേ? ഇന്നത്തെ ദിവസം മുഴുവനും നീയായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓ അങ്ങനെയാണല്ലേ. എന്നാ മോൻ പോയി ജെയ്സൺ എഴുന്നേൽപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞുവിടും. അവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് പറഞ്ഞുവിടാം. അത്ര നേരം കൂടെ ഞാനൊന്നുറങ്ങട്ടെ. ഏയ്, ഞാൻ നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നാ പറഞ്ഞത്, അല്ലാതെ ഈ വീട്ടിൽ മുഴുവൻ ജോലി ചെയ്തോളാന്നല്ല. പ്ലീസ് ബേബി, 100 ദിവസത്തേക്ക് ഞാൻ 5 മിനിറ്റും കൂടെ ഉറങ്ങിക്കോട്ടെ. ഓക്കെ ഫൈൻ. നല്ല മണമുണ്ടല്ലോ. എന്താ ആശ കുക്ക് ചെയ്യുന്നേ? യുവർ ഫേവറേറ്റ്. താൻ എൻ്റെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാക്കിയ ഞാൻ ഇങ്ങനെ വണ്ണം വെച്ച് കയറുന്നേ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പഴയ ഡ്രസ്സുകളൊന്നും എനിക്കിപ്പോൾ ഇടാൻ പറ്റുന്നില്ല. Come on, Red. I can buy you new dresses. അതിന്റെ പേരിൽ നീ ഫുഡ് കഴിക്കാതിരിക്കണ്ട. You look cute. യാ അങ്ങനെ താൻ മാത്രമേ പറയത്തുള്ളൂ. Come on, you are cute. ആ ശരി സമ്മതിച്ചു. ജെയ്സൺ പോയായിരുന്നോ? പോയി, കുറച്ച് നേരമായതേ ഉള്ളൂ പോയിട്ട്. അവൻ കഴിച്ചിട്ടല്ലേ പോയത്? അവന് ലഞ്ചും പാക്ക് ചെയ്ത് കൊടുത്തല്ലോ. എന്തായാലും ഞാൻ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ കഴിച്ചോ ലഞ്ച് എടുത്തോ എന്നൊന്നും എനിക്കറിയത്തില്ല. ആർത്തർ, താൻ നോക്കിയില്ലേ അവൻ കഴിച്ചോ ഇല്ലേന്ന്? നമ്മുടെ കണ്ണ് തെറ്റി കഴിഞ്ഞ് അവൻ കഴിക്കാതെ പോവും. അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, അവന് വേണേ അവൻ കഴിച്ചോളും. ആർത്തർ, നിനക്ക് അവനെ കുറിച്ച് അറിയാന്നുള്ളതല്ലേ? അവൻ കഴിക്കില്ല. എനിക്കവനെ കുറിച്ച് നല്ല എണ്ണം അറിയാം. നീ അവനെ വളർത്തി വഷളാക്കി വെച്ചുകയാ. ചോദിക്കുന്നതെല്ലാം അപ്പോ കൊടുത്ത് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഇപ്പൊ കണ്ടില്ലേ എന്തായെന്ന്. അവന് വേണേ അവൻ കഴിയട്ടെ. അകത്തിറങ്ങി കിടക്കുന്ന നിങ്ങളുടെ പുന്നാര മോളോടാണ് നിങ്ങളിങ്ങനെ പറയുമായിരുന്നു. റെഡ്, അവനെ പോലെയാണ് അവളൊരു കൊച്ചു കുട്ടിയല്ലേ. അവളെ നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത്. കൊച്ചുകുട്ടിയല്ലേ? അവള് കാണിക്കുന്ന വേലത്തരം കണ്ട കൊച്ചുകുട്ടിയെന്നൊന്നും പറയത്തില്ല. നിങ്ങൾ കൊഞ്ചിച്ച് വഷളാക്കിയതിന്റെ കൂടുതൽ ഓർവാ അവളെ കാണിക്കുന്ന ഓർത്തും. എന്തിനാ അവിടെ ഉറങ്ങിക്കൊടുക്കുന്ന എൻ്റെ കൊച്ചിനെ ചുമ്മാ ഇതിൻ്റെ ഇടയ്ക്ക് വലിച്ചഴിക്കണേ? നമ്മൾ നിന്റെ മോനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ഓ, ഞാൻ ദിവ്യഗർഭം ധരിച്ചാണല്ലോ, അതുകൊണ്ട് അവൻ എൻ്റെ മാത്രം മോനല്ലേ. ഞാൻ അങ്ങനെയാണോ പറഞ്ഞേ? ഓ, നിങ്ങളൊന്നും പറയണ്ട. അല്ലേലും നിങ്ങളെ മോളെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം കൊടുത്തത്. എൻ്റെ ചക്കൻ.
നമ്മൾ എന്തിനാ വെറുതെ അവൻ്റെ പേരിൽ അടി കൊടുന്നേ? നീ ഇനി വന്നേ, നല്ലൊരു രാവിലെ ആയിട്ട്. ആ വിളിക്കെന്തോ ഒരു പന്തികേടില്ലേ? ഒന്നുമില്ല, നീ വന്നേ. ആ എഴുന്നേറ്റല്ലോ പൊട്ടാസ്. നിങ്ങൾക്കുള്ള വിളി വന്നു. എന്നാ ഞാനങ്ങോട്ട്. എങ്ങോട്ടായി പോന്നേ? നീ ഫുഡ് നോക്കിയേ, ഞാൻ അവിടെ എടുക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു പപ്പയുടെ മുയൽക്കുട്ടിയുടെ ഉറക്കം? ഞാൻ സുഖമായിട്ട് ഉറങ്ങി. എന്റെ സ്വപ്നത്തില് ഞാൻ യൂണിക്കോൺസിനെ കണ്ടു പപ്പ. യൂണിക്കോൺസിനെ കണ്ടെന്നോ? ഞാൻ കരുതി പപ്പയുടെ മോള് വല്ല ഗൺസിനെയോ ബോംബിനെയോ ഒക്കെ സ്വപ്നം കാണുമെന്ന്. റെഡ്. അല്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. പപ്പ, മമ്മി കുക്ക് ചെയ്യുന്ന കാണാൻ റാറ്റ് കുക്ക് ചെയ്യുന്ന പോലെ ഉണ്ട്. എന്താന്ന്? എലിയോ? നിങ്ങൾ ഇവള് പറയുന്ന വല്ലോ? അവള് പറഞ്ഞ പൊട്ടത്തരം കേട്ട് നിങ്ങൾ നിന്ന് വെച്ചിരിക്കുന്നു. സോറി ബേബി, ഞാൻ വിഷ്വലൈസ് ചെയ്ത് നോക്കിയതാ. നിന്റെ പുന്നാര പപ്പേനെ പോയി വിളിയിടി. എലിയെന്ന്, എലിക്കുഞ്ച. പപ്പ എലിയല്ല, പപ്പ എലീനെ തലയിൽ വെച്ചോണ്ട് നിൽക്കുന്ന ആളാ. ആർത്തർ, നിങ്ങളുടെ മോളെ വേണേ കൊണ്ടുപോക്കൂ, ഇല്ലെങ്കിൽ അവൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. കുഞ്ഞല്ലേടി അവള്. വായിന്ന് വരുന്നത് അങ്ങനെയല്ലല്ലോ. അതുമല്ല, നിന്റെയും കൂടെയല്ലേ മോള്. അവളിങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ. ആർത്തർ, ഐ ലവ് യു റെഡ്. പപ്പ, അതിലുള്ള പോലെ കുക്ക് ചെയ്യോ? മമ്മീനെ എടുക്ക്. എന്തെന്ന്? നീ പോയി നിന്റെ പണി നോക്ക് കുട്ടി. ആർത്തർ, അവൾ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ നിൽക്കല്ലേ. എന്താ ഇങ്ങനെ റെഡ്? കുട്ടികളുടെ ആഗ്രഹം നമ്മളല്ലേ സാധിച്ചു കൊടുക്കാനുള്ളേ. നോയ്ക്ക് ഇവിടെ പ്രസക്തിയുണ്ടോ? നോ. എന്ത് തേങ്ങയായാലും ചെയ്തോട്ട്. അപ്പോ സമ്മതം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് കുക്ക് ചെയ്യല്ലേ? Du chagrin, affaibli par la page, souris malheureux, volant ton chemin, tout ça car je peux, car rien n'est gratuit dans la vie. L'espoir est un plat bien trop vite consommé, à santé les repas, je suis. ഇപ്പൊ സമാധാനം ആയോ തമ്പ്രാട്ടിക്ക്? പപ്പ, ഞാനും കൂടി. It may seem a little crazy, pretty baby, but I promise mama's gonna be alright. And if you ask me to, daddy's gonna buy you a mockingbird. I'ma give you the world, I'ma buy a diamond ring for you, I'ma sing. ഈ കുരുപ്പ്, ഇത്രയും കാലം നിന്റെ മുരടനായ ഈ പപ്പേനെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് മാത്രമേ കഴിയുന്ന അഹങ്കാരമായിരുന്നു. നീ വന്നേ പിന്നെ എനിക്കിപ്പോൾ അഹങ്കരിക്കാനും പറ്റൂല. കാരണം മോള് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു അപ്പീലില്ല. ഡോൺ ബി ജലസ്. ഐ ലവ് യു മോർ റെഡ്. ആരൊക്കെ തന്നെ നമ്മുടെ ഇടയിലുണ്ടെങ്കിലും എനിക്ക് നിന്നോടുള്ള പ്രണയം ആരാലും ഒന്നിനാലും എടുത്തു മാറ്റാൻ കഴിയില്ല. പപ്പ, ഓ ഐ ലവ് യു ടു ലിറ്റിൽ റെഡ്. അപ്പോൾ എൻ്റെ രണ്ട് മക്കളോ? അവര് നിന്റെ മാത്രമല്ലല്ലോ, എൻ്റെയും കൂടെ മക്കളല്ലേ. നിങ്ങൾ 4 പേരാ എൻ്റെ ലോകം. നീ കഴിക്ക്, അപ്പോഴത്തേക്കും ഞാൻ ഈ മഞ്ചടി കുരുവിനെ കൊണ്ട് ഫ്രഷ് ആകട്ടെ. എന്താ ഒരു നോട്ടം? അവളെ കൊണ്ട് ഫ്രഷ് ആക്കിയിട്ടുവാ. ഒരെണ്ണം നടക്കില്ല. കൊച്ചിനെ കൈ വെച്ചോണ്ടാണോ? പൊക്കിയ ആർത്തർ. ഇല്ലായിരുന്നേ ഇപ്പം. എന്താന്ന്? ഒന്നുമില്ല. എന്നാ നിങ്ങൾക്ക് കൊള്ളാം.
എന്താ പ്രശ്നം? Mr. Gion, we are glad you can make it here. എൻ്റെ മോനെവിടെ? അവനെ ഇങ്ങി വിളിക്കുക. വാട്ട് ഹാപ്പൻ ടു ഹിം? കാം ഡൗൺ മിസ്റ്റർ ജിയോൺ. ജേസന്റെ ശരീരത്തിലെ ബ്ലഡ് അവൻ്റേതല്ല. പിന്നെ മറ്റേയാളെ ഇങ്ങി വിളിക്കുക. മിസ്റ്റർ ജിയോൺ, ഇത് രാഹുൽ, ജെയ്സന്റെ കൂടെ പഠിക്കുന്നതാ. നിങ്ങളുടെ മോൻ ഈ കുട്ടിയെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി. അവന്റെ ബ്ലഡാ നിങ്ങളുടെ മോന്റെ ശരീരം മുഴുവനും. ഓ, അപ്പൊ ഇയാളാണല്ലേ ഈ മൃഗത്തിന്റെ തന്ത. അച്ഛനെ കണ്ടാ പറയുമല്ലോ മോനെക്കാളും വലിയ തെമ്മാടിയാണെന്ന്. ഏയ്, സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങളുടെ ആരെ മുമ്പിലാ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ജെയ്സൺ, പപ്പ ഇവര് നിന്നോടാ പറഞ്ഞ നിർത്താൻ. ഇനി പറ, നീ എന്തിനാ ഇവരെ മോനെ തല്ലിയേ? ജെയ്സൺ, ഞാൻ നിന്നോടാ ചോദിച്ചേ. അത് അവനോട് തന്നെ ചോദിക്ക്. അവൻ എന്ത് എറണക്കേട് പറഞ്ഞിട്ടാ ഞാൻ അവനെ തല്ലിയെന്ന്. ഇത്രയും ചെയ്തു വെച്ചിട്ടും അവന്റെ അഹങ്കാരം കണ്ടില്ലേ? വീട്ടുകാരെ പറഞ്ഞാ മതിയല്ലോ. സാർ, ഈ പെണ്ണും പിള്ളേരുടെ അടുത്ത് മര്യാദയിരിക്കാൻ പറഞ്ഞില്ലെങ്കിൽ ഇവരുടെ മോന് കൊടുത്തതിന്റെ ബാക്കി ഇവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞേക്ക്. ഇതുകൊള്ളാലോ, എന്റെ മോനെ അടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ട് അത് ചോദിക്കാൻ വന്ന് എന്റെ നേരെയും കയർക്കുന്നു. വെറുതെ അല്ലല്ലോ, അവൻ പറഞ്ഞതിന് മറുപടിയായിട്ടല്ലേ ഞാൻ കൊടുത്തത്. ഇങ്ങനെ അടിച്ച് ചതയ്ക്കാനായിട്ട് അവൻ എന്താ നിന്നോട് പറഞ്ഞേ? നിങ്ങളത് അവനോട് തന്നെ ചോദിക്ക്. അല്ലേ വേണ്ട, ഞാൻ ചോദിക്കാം. മമ്മ, നീ എന്തിനാ മോനെ പേടിക്കുന്നേ? അവനല്ലേ കുറ്റക്കാരൻ. അവനെന്നെ തല്ലും. ഞങ്ങൾ അതോറിറ്റീസ് ഇവിടെ ഉള്ളപ്പോൾ അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. അത് ഞാൻ തീരുമാനിക്കും. ജെയ്സൺ, നീയായിട്ട് പറയുന്നു അതോ ഞാനായിട്ട് പറയിപ്പിക്കണോ ഞാൻ എന്തിനാ നിന്നെ തല്ലിയെന്ന്? ജെയ്സൺ, വേണ്ട. അത് നീയല്ലല്ലോ, ഞാനല്ലേ പറയേണ്ടത്. നിനക്ക് ഇതേപോലെ തന്നെ 2 കാലിൽ പോകണമെങ്കിൽ നിന്റെ അമ്മയെ വിളിച്ച് ഇപ്പം തന്നെ സ്ഥലം വിട്ടോ. ഞാൻ എന്തിനാ നിന്നെ തല്ലിയെന്ന് എൻ്റെ പപ്പ അറിഞ്ഞ ഇതൊന്നും ആയിരിക്കില്ല നിന്റെ അവസ്ഥ. മാം, വാ നമുക്ക് പോവാം. നീ എന്താ ഈ പറയുന്ന രാഹുൽ? മമ്മ പ്ലീസ്, നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് പോവാം. അതിന് നീയല്ലല്ലോ, അവനല്ല പ്രശ്നം ഉണ്ടാക്കിയത്. അവൻ നിന്നോട് മാപ്പ് പറയാതെ നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല. മമ്മ, എന്താ മമ്മയ്ക്ക് ഞാൻ പറയുന്ന മനസ്സിലാവാത്തെ? വാ നമുക്ക് പോവാം. അവൻ മാപ്പ് പറയാതെ നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ഓക്കെ തന്നെ, അപ്പോൾ ഞാൻ കാരണം പറയാം. ജെയ്സൺ, നോ പ്ലീസ്, ഞങ്ങൾ പോവാ. മമ്മ പ്ലീസ്, അവനല്ല ഞാനെല്ലാം തുടങ്ങിയത്. ഇനിയെങ്കിലും അമ്മയ്ക്കൊന്ന് വന്നൂടെ? വാട്ട് രാഹുൽ, നീ എന്തൊക്കെയാ പറയുന്നേ? ഇനിയേലും ഒന്ന് വന്നൂടെ മമ്മിക്ക്? ഇനി ഇവിടെ നിന്ന് നാണം കെടാനാണോ? അതോ അണ്ടർവേൾഡ് കിങ്ങായ ഷാഡോയുടെ കൈകൊണ്ട് മരിക്കാനാണോ മമ്മിയുടെ തീരുമാനം? ക്ലേവർ ബോയ്. ഞാൻ കരുതി എൻ്റെ മോൻ്റെ കൈകൊണ്ട് അടി വാങ്ങി കൂട്ടാനും മാത്രം ബുദ്ധിയില്ലാത്തവനായിരിക്കുമെന്ന്. ബട്ട് നോ, ബുദ്ധിയുള്ളവനാ. നീ ചെയ്ത തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിൽ അമ്മേനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. അവൻ തല്ലിയതിൻ്റെ കാരണം എൻ്റെ മുമ്പിൽ വെച്ച് അവൻ പറയുന്നില്ല എങ്കിൽ നീ ഇപ്പോഴേ മരിക്കണ്ടെന്ന് അവൻ കരുതി കാണണം. അവൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് പോവാൻ നോക്ക്. താങ്ക് യു ജെയ്സൺ, ആൻഡ് ഐ ആം സോറി. മമ്മിയുടെ ഭാഗത്തുനിന്നും ഞാൻ സോറി ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വന്ന കാര്യം കഴിയെങ്കിൽ എൻ്റെ മോനെയും കൂട്ടി ഞാൻ പോവുക. അവൻ്റെ അമ്മ ഇവനെ അടുത്തോടെ ടെൻഷൻ അടിച്ചിരിപ്പുണ്ട്. യെസ് മിസ്റ്റർ ജിയോൺ. വാട്ട്? പപ്പ മമ്മയോട് പറഞ്ഞോ? അതിന് ഞാനായിട്ട് കൊടുത്തല്ല, അവളാ ഫോൺ അറ്റൻഡ് ചെയ്തേ. ഞാൻ വരുന്നില്ല, ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് പൊയ്ക്കോളാം. ആ കാര്യം നീ തന്നെ വിളിച്ച് നിൻ്റെ അമ്മയോട് പറഞ്ഞാൽ മതി. പപ്പ പ്ലീസ്, ഒന്ന് അമ്മയോട് പറഞ്ഞേക്ക്. ഞാൻ വരുത്തി വെച്ചില്ലല്ലോ, നീയായിട്ട് വരുത്തി വെച്ചല്ലേ, നീ തന്നെ അനുഭവിച്ചാൽ മതി. അമ്മ ഇന്നെന്നെ കൊല്ലും. നിന്റെ വിധി. ടൈം സ്കിപ്പ് ആഫ്റ്റർ എല്ലാ കലാപരിപാടികൾക്കും ശേഷം. എന്നാലും നീ അവന് ഇത്രയും വലിയ പണിഷ്മെന്റ് കൊടുക്കണ്ടായിരുന്നു.
നിങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങളാ ഇതിനെല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നത്. ആദ്യമേ അവൻ ചെയ്യുന്ന എല്ലാത്തിനും പണിഷ്മെൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ അവൻ ഇങ്ങനെ ആവില്ലായിരുന്നു. നിങ്ങളെപ്പോലെ ആയി വരുന്നുണ്ട്. നിങ്ങളെ കണ്ടാവൻ പഠിക്കുന്നേ. അതിന് ഞാൻ എന്നാ ചെയ്തിട്ടാടി? അവനും എൻ്റെ മോനല്ലേ. ഒരു പ്രശ്നം വരുമ്പോൾ അവനെ കൈവിടാൻ പറ്റുമോ? എല്ലാത്തിനെയും രക്ഷിച്ച് തന്നെയാ ഈ ഗതിയായ അവൻ. നീ അതങ്ങ് വിട്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ? നിനക്കെന്താടി പെണ്ണെ എന്നെ വേറെ പെണ്ണുങ്ങളുടെ കൂടെ കണ്ടിട്ടും ജലസടിക്കാത്തേ? എന്തിനു? നീ എൻ്റേതല്ലേ, എൻ്റേത് മാത്രം. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാത്തതാണോ ആർത്താർ? എന്നെ പൂർണ്ണമായി സ്വന്തമാക്കാനും ഒരു മറവും ഒളിവും ഇല്ലാതെ പ്രണയിക്കാനുമായിട്ട് നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്? എന്നിട്ട് ഞാൻ വിശ്വസിക്കണോ? ഏതെങ്കിലും ഒരു പെണ്ണെ തൊട്ട് തലോടിയാലോ അല്ലെ കുറച്ച് സ്കിൻ കാണിച്ചാലോ നീ അങ്ങോട്ട് മയങ്ങി അവിടെ വള്ളയിൽ വീഴുമെന്ന്? നിന്നെക്കാൾ ഉറപ്പിൽ ഞാൻ പറയാം, ഇനി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലോകസുന്ദരിയാണ് നിന്റെ മുൻപിൽ ബിക്കിനി ഇട്ട് കൊണ്ട് നിർത്തിയിരുന്നാലും നിന്റെ കണ്ണ് അതെന്നെ തിരയൂ. യു ആർ സോ കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? നീ നിന്നെ വിശ്വസിക്കുന്നതിലും അധികം ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. കാരണം ഞാൻ പ്രണയിക്കുന്നത് ഒരു റത്ത്ലെസ് മോൺസ്റ്ററിനെയാ. എനിക്ക് മാത്രം ടീം ചെയ്യാൻ പറ്റുന്ന എൻ്റെ ബീസ്റ്റിനെ. യു നോട്ട് ലവ്, യു ജസ്റ്റ് പൊസസ്. നീ എനിക്ക് തരുന്നത് പ്രണയത്തെക്കാളും ആഴത്തിൽ പൊള്ളുന്ന മറ്റൊന്ന്, ഒബ്സഷൻ. Fuck, you know me more than anyone, Red. Yes, I am obsessed with you and I need you like how fish need water. Jesus, നിന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ എൻ്റെ പെണ്ണിനെ നോക്കാൻ ധൈര്യപ്പെട്ടമാരുടെ കണ്ണിനെ എൻ്റെ ഹൈനാസിന് ഫീഡ് ചെയ്തേനെ. യു നോ ആർത്തർ, നിന്റെ കൂടെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കണം ഐ ഗോട്ട് എ ട്വിസ്റ്റഡ് സെൻസ് ഓഫ് പ്ലഷർ വൈൽ സീയിങ് അതർ ഗേൾസ് ആൻഡ് വുമൻസ് ആർ ഇൻട്രസ്റ്റഡ് ഇൻ യു. അവരെല്ലാം മതിവരോളം നിന്നെ കണ്ട് ആസ്വദിക്കട്ടെ. നിന്റെ കണ്ണ്, ചുണ്ട്, മൂക്ക്, മുടി, കൈ, നിന്നെ മുഴുവനും അവർ കാണാപ്പാടം പഠിക്കട്ടെ. അവരങ്ങനെ നിന്നെ ആസ്വദിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവർക്കുണ്ടാവുന്ന തിരിച്ചറിവ് ദറ്റ് യു ആർ ടേക്കൺ. അത്രയും മതി എനിക്ക്. അവരിലേക്ക് അറിയാതെങ്കിലും പതിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന നിന്റെ കണ്ണുകൾ എന്നെ മാത്രമാണ് അന്വേഷിക്കുന്നതെന്ന തിരിച്ചറിവ്. ഒന്നടുത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ ചുണ്ടുകൾ എന്നും എന്നെ മാത്രമാണ് രുചിക്കുന്നതെന്ന തിരിച്ചറിവ്. ഒന്ന് തുടണമെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ കൈകൾ എൻ്റെ ശരീരത്തെ കാണാപ്പാടമാക്കിയെന്നുള്ള തിരിച്ചറിവ്. ഫക്ക്, അതാണ് മോനെ എനിക്ക് വേണ്ടത്. അവരാഗ്രഹിച്ചതിനെ ഞാൻ സ്വന്തമാക്കിയില്ലേ? You are crazy. യെസ്, ഫോർ യു.